ഈ ഒരു പ്ലാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പ്ലാനാണ്. അതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട്+2 ആണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറ് കംപ്ലീറ്റ്ലി തന്നെ ടീക്ക് ഫിനിഷ് വെനീറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 90 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്നത് 90 വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മളതിലും താഴ്ത്തി 80-85 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് വെച്ചപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു അത്. ഹോം ടെക്കിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാക്കനാട് പള്ളിക്കരയിലുള്ള സ്പാനിഷ് വില്ലാസ് എന്ന് പറഞ്ഞ വില്ല പ്രൊജക്റ്റിലാണ്. അതിൻ്റെ എലിവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു യൂറോപ്യൻ സ്റ്റൈലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വീടാണ്. ഇത് ഏകദേശം ഒരു 6.3 സെൻറ്റ് ലാൻഡിലാണത്. അതുപോലെ തന്നെ ഇത് വരുന്ന സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2890 സ്ക്വയർ ഫീറ്റിലാണ് ഈ വില്ല വരുന്നത്. ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിംഗിൾസാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് വരുന്നത്. അതൊരു ഗ്രേ കളറിലുള്ള ഷിംഗിൾസും അതേപോലെ ടെക്സ്ചറാണ് ഇതിൻ്റെ ഔട്ടിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പോർച്ച് നേരെ സിറ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ വരുന്നത് ഈ ഷൂറാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടമൻ ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാമിനേഷനാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. അത് പകുതി നമുക്ക് സിറ്റ് ഔട്ടിലും പകുതി പോർച്ചിലും ആയിട്ടാണ് ആ ഷൂറാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഒരു സീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ആ ഷൂറാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി അടുത്ത് നമ്മുടെ ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ വീടിൻ്റെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 സീറ്റർ സോഫ പ്ലസ് 2 സിംഗിൾ സീറ്റർ സോഫ എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്റർ ടേബിൾ ഇതെല്ലാം തന്നെ നമ്മൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വിൻഡോസിനൊക്കെ ആണെങ്കിലും ഫുൾ ഹൈറ്റിലുള്ള കർട്ടൻസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു റൂമിന് ഒരു മനോഹാരിത കൂട്ടുന്നതാണ്. പിന്നെ സീലിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു സീലിംഗ്, ഫോൾ സീലിംഗ് പ്ലസ് അതിലേക്ക് സ്പോട്ട് ലൈറ്റ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പിന്നെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ TV യൂണിറ്റാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ മേലേക്കൊരു ലെഡ്ജാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബാക്ക് ഒരു പാനലിങ് ചെയ്തിട്ട് ആ പാനലിങ്ങിലേക്കാണ് TV നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നത്. ഒരു ടീക്ക് ഫിനിഷ് കളറിലുള്ള വിനീറാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഡൈനിങ് റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഡൈനിങ് റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോം ലിഫ്റ്റാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 210 kg ആണ് ഇതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി വരുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ ഈ ഡൈനിങ് റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓപ്പൺ ആണ് നമ്മുടെ കിച്ചൺ. നമ്മുടെ കിച്ചണിലെ ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ടോപ്പ് ചെയ്തേക്കുന്നത് വെച്ചാൽ ടൈൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ആർക്കി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആ ആർക്കി ഡ്രൈവിലേക്ക് 2 പെൻഡൻറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ പാർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. കിച്ചണിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു താഴെ വരുന്ന ബേസ് യൂണിറ്റ്, ഈ ബേസ് യൂണിറ്റിൻ്റെ ഒരു ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറിഷ് ക്രീം എന്നാണ് ഈ ലാമിനേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫ്ലോറിങ്ങിന് മാച്ച് പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു വോളാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അത് ഫുള്ള് ടൈൽ ചെയ്ത് തന്നെയാണ് നമ്മൾ ആ വോള് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിലേക്കൊരു ലെഡ്ജ്, ഇത് ടീക്ക് ഫിനിഷുള്ള വിനീർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഒരു ഒരു GTPTയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കിച്ചണിൽ വരുന്ന ശരിക്കും ഒരു C ഷേപ്പിലാണ് നമ്മുടെ ഈ കിച്ചൺ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ വോൾ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെയും നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടീക്ക് ഫിനിഷിലുള്ള വിനീറാണ് നമ്മൾ ഈ ലാമിനേഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഹോബാണ് വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ ബോക്സും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ കോർണറിലായിട്ട് വരണമെന്ന് വെച്ചാൽ നമ്മളൊരു റോളിംഗ് ഷട്ടർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് മിക്സി, ജ്യൂസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ ഇതിലേക്ക് വെച്ച് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ ഈ ടോപ്പിൽ ഒന്നും വിസിബിൾ ആകാതെ നമുക്ക് ഇരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോൾ യൂണിറ്റാണ്. ഓവനും അങ്ങനെയുള്ള ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടോൾ യൂണിറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജും ഇതിൻ്റെ ഒരു കൺസീൽഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ നമുക്കൊരു ഓപ്പൺ ബോക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ടോപ്പിൽ ഓവർ ഹെഡ് സ്റ്റോറേജും ലോഫ്റ്റ് സ്റ്റോറേജും എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏരിയയാണിത്. വർക്ക് ഏരിയയിൽ ഫുള്ള് നമ്മൾ ടൈല് ചെയ്തേക്കുകയാണ്. ഈ വോളിൽ ഫുള്ള് നമ്മൾ ടൈലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബേസ് യൂണിറ്റ് കിച്ചണിൻ്റെ സെയിം ലാമിനേഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ഐറിഷ് ക്രീം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വോൾ യൂണിറ്റ് വന്നിട്ട് നമ്മുടെ ഒരു ക്രസൻറ്റ് ഹെൽസ് അക്കേഷ്യ എന്ന് പറഞ്ഞൊരു ലാമിനേഷനാണ് ഇതിന് കൊടുത്തേക്കുന്നത്.
അതേപോലെ നമ്മുടെ ഓവർ ഹെഡ് സ്റ്റോറേജിനും ആ സെയിം ലാമിനേഷനാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർഷ്യലി ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഈ ഡൈനിങ് വാഷ് ചെയ്ത്. അതിൻ്റെ താഴെ സ്റ്റോറേജ്, അതും നമ്മുടെ ടീക്ക് ഫിനിഷിലുള്ള വിനീറാണ് അതിൻ്റെ ഡോറിലെ ലാമിനേഷൻ വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പായിട്ട് വരുന്നത് ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ് ടോപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടേബിൾ ടോപ്പ് വാഷ് ബേസൺ, അതേപോലെ പില്ലർ കോക്ക്, പിന്നെ വരുന്നത് മിററും അതിൻ്റെ സൈഡിലായിട്ട് 2 സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് 2 പെൻഡൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. മിററിന് നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നേരെ നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വാഷ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബെഡ്റൂമിൽ അത് നമ്മളുടെ വരുന്നത് ഈ വാർഡ്രോബാണ്. ഈ വാർഡ്രോബ് അതേപോലെ സ്റ്റഡി അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സെയിം ലാമിനേഷനാണ്. സെഡ പേർഷ്യ എന്ന് പറഞ്ഞ ഒരു ലാമിനേഷനാണ് ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ വാർഡ്രോബ് പ്ലസ് അതിൻ്റെ ലോഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ സ്റ്റോറേജ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ഡോർ വാർഡ്രോബും അതിൻ്റെ ലോഫ്റ്റും, അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൻഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വാർഡ്രോബ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കോർണർ സ്പേസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മളൊരു ഡ്രോവർ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡ്രോവർ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മാക്സിമം സ്റ്റോർ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ നമുക്കൊരു വോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോർഷൻ മാത്രം നമുക്ക് ഈ ഓപ്പൺ ബോക്സ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു വിൻഡോ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴേക്ക് നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോ സീറ്റിംഗ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മൾ വീണ്ടും ഒരു സ്റ്റഡി ടേബിൾ തന്നെയാണ് സെറ്റ് ചെയ്തത്. അത് വിത്ത് ഡ്രോവറും അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ഓപ്പൺ ആണ്, ഹാഫ് ക്ലോസ്ഡ് എന്നുള്ള രീതിയിലാണ് ഈ വോൾ യൂണിറ്റ് സെറ്റ് ചെയ്തത്. അതുപോലെ പിന്നെ വരണം നമുക്കൊരു കോട്ടാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ റൂമിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ അവിടെ നമുക്കൊരു ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ് ഈ റൂമിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സിങ് ഏരിയയിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഡ്രസ്സിങ് ഏരിയയിൽ നമുക്കൊരു ഫുൾ ഹൈറ്റുള്ള മിററും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്റ്റോറേജ് ആണ് സെറ്റ് ചെയ്തത്. അതിന് നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു ഡോറും താഴെ 3 ഡ്രോവറും എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറേജ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇതിനോട് ചേർന്നാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. നമുക്ക് ആ ടോയ്ലറ്റിൽ ഇൻസൈഡ് എങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു ടൈലാണ്. അത് മാറ്റ് ഫിനിഷാണ് അത് വരുന്നത്. നമ്മളൊരു 240 ഹൈറ്റിലാണ് ആ ടൈല് ചെയ്തേക്കുന്നത്. അതേപോലെ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഷവർ ഏരിയ, അതേപോലെ കൊമോഡ്, പിന്നെ പറഞ്ഞാൽ നമ്മുടെ വാനിറ്റി കൗണ്ടറാണ്. ഇതിൻ്റെ താഴെ നമുക്കൊരു ഡോർ സ്പേസ്, അതായത് ഒരു ഷട്ടറും പിന്നെ ഓപ്പൺ ആയിട്ടുമാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. അതിൽ ടോപ്പ് പറഞ്ഞാൽ നമുക്ക് ഒരു വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. ടോപ്പിൽ നമുക്ക് ടേബിൾ ടോപ്പ് വാഷ് ബേസൺ, പിന്നെ നമ്മുടെ അതിനൊരു മിറർ. ആ മിറർ നമ്മൾ പ്ലെയിൻ ആയിട്ടും അതിൻ്റെ സൈഡിലാണ് നമ്മളൊരു സ്റ്റോറേജ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഫുള്ളി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ ആണിത്. അതേപോലെ നമ്മുടെ അതിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് പ്ലസ് ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഫസ്റ്റ് നമ്മുടെ ഒരു കിഡ്സ് റൂമാണ്. ആ കിഡ്സ് റൂമിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ കിഡ്സ് ബെഡ്റൂമിൽ വന്നിട്ട് നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റ്, അതായത് നമ്മുടെ സ്റ്റോറേജ് അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഫ്റ്റ് അടക്കം ചെയ്യുന്നത്. ഇതിന് കൊടുത്തേക്കുന്ന ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടോ ഗ്രീൻ പ്ലസ് വൈറ്റ് ക്യാമ്പ്രിക് എന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഈ വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാർഡ്രോബ് കഴിഞ്ഞിട്ട് നമുക്കൊരു വിൻഡോ സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വിൻഡോ സീറ്റിംഗ് ആണ്. അതിൻ്റെ താഴെ നമ്മൾ ഇതേപോലെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. അതിനോട് ചേർന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രോവേഴ്സും അതിൽ ടോപ്പിൽ വോൾ യൂണിറ്റ് ക്ലോസ്ഡും പ്ലസ് ഓപ്പൺ എന്നുള്ള രീതിയിലാണ് ഈ വോൾ യൂണിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബങ്ക് ബെഡാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ബങ്ക് ബെഡ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വരുന്നത് കിഡ്സിൻ്റെ ടോയ്ലറ്റാണ്. ഇതിലാകെ വരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മിററും അതിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റോറേജുമാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഈ കിഡ്സ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സൈഡിൽ വരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് എന്നുള്ള രീതി, അതായത് ഒരു ഫുൾ ഹൈറ്റ് മിററും അതിനൊരു സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ്. ഈ സ്റ്റോറേജിൽ ടോപ്പിൽ നമുക്ക് ഷട്ടറും താഴെ 3 ഡ്രോവേഴ്സ് എന്നുള്ള രീതിയിലാണ്. അതേപോലെ ആ നമുക്ക് മിററിന് ഒരു ടോപ്പിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ട് ആ മിററിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അതും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോറേജ് സ്പേസ്, അതായത് ഒരു വാർഡ്രോബ് സ്പേസ് ആണ്.
വാർഡ്രോബിന് നമ്മൾ ലോഫ്റ്റ് അടക്കമാണ് ചെയ്തേക്കുന്നത്. അതേപോലെ നമുക്കൊരു സിമ്പിളായിട്ടൊരു ബൾക്ക് ഹെഡ് എന്നുള്ള രീതിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ കോട്ട്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റൈറ്റിംഗ് ടേബിൾ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിങ് ടേബിൾ എന്നുള്ള രീതിയിലാണ്. ഈ റൈറ്റിംഗ് ടേബിളിന് നമ്മളൊരു വോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിൽ ക്ലോസ്ഡും സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു വോൾ യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ അറേബ്യ എന്ന് പറഞ്ഞൊരു ലാമിനേഷനാണ് നമ്മളിതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിനൊരു ഓവൽ ഷേപ്പിലുള്ള മിററാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി, ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇവിടെയുള്ള എല്ലാവർക്കും സെയിം ആയിട്ടെന്നുള്ള രീതിയിൽ ഒരു ബാൽക്കണി. നമുക്കിനി അടുത്ത പറഞ്ഞ നമ്മുടെ ഒരു യൂട്ടിലിറ്റി ടെറസാണ്. അതിൽ കുറച്ച് ഏരിയ നമ്മൾ യൂട്ടിലിറ്റി ഏരിയ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാണുന്നത് ഒരു ടോൾ യൂണിറ്റ് ആണ്. അതായത് നമുക്ക് വാഷിങ്ങിനുള്ള സാധനങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോൾ യൂണിറ്റ് ആണ്. അതുകൂടാതെ ഇത് പറഞ്ഞാൽ നമുക്ക് അയണിങ് സ്പേസ് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ താഴെ സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഊഞ്ഞാലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു റിലാക്സിങ് എന്നുള്ള രീതിയിൽ തന്നെ. നമ്മുടെ അപ്പർ ലിവിങ് ആണ് ഇത് കാണുന്നത്. ഇവിടെ വരണം എന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ കാണുന്നത് ഒരു ട്രോഫി സ്റ്റോർ എന്നുള്ള രീതിയിൽ ട്രോഫികളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു യൂണിറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മുടെ ഒരു ടി വി യൂണിറ്റാണ്. ഇവിടെ ടി വി തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് വരികയെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റിംഗ് ടേബിൾ, 2 സൈഡിലായിട്ട് നമ്മൾ ബുക്ക് ഷെൽഫ് എന്നുള്ള രീതിയിൽ ഗ്ലാസ് ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു യൂണിറ്റിന് കൊടുത്തിരിക്കുന്ന ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ടെൻ വാൾനട്ട് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് ഈ ഒരു യൂണിറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു റൂമായിട്ടുള്ള ടൈലിങ്ങിനൊക്കെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ലാമിനേഷനാണ്. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലെ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയിൽ നമ്മളാകെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു 2 സീറ്റിങ്ങും പിന്നെ ഒരു സെൻറ്റർ ടേബിൾ എന്നുള്ള രീതിയിലുമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബാർ കൗണ്ടറാണ്. ഇതിന് കൊടുത്തിരുന്നെങ്കിൽ ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനേഡിയൻ വാൾനട്ട് എന്ന് പറഞ്ഞ ഒരു ലാമിനേഷനാണ് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ വരുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള 4th ബെഡ്റൂമിലേക്കാണ്. നമുക്ക് ഈ റൂമിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഏരിയ ഫുള്ള് മിററും, ആ ഫുൾ ഹൈറ്റിൽ മിറർ, അതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ട് നമുക്കൊരു ഡ്രോവർ സ്പേസ്, അതേപോലെ നമുക്ക് ടോപ്പിലും എന്തെങ്കിലും വയ്ക്കാം. ഈ ഡ്രോവർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്കും എന്തെങ്കിലും വയ്ക്കാവുന്ന രീതിയിലാണ്. അതേപോലെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ലൈറ്റിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ മിററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റാണ്. പിന്നെ നമുക്ക് ഈ ബെഡ്റൂമിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് ആണ്. ലോഫ്റ്റ് ഒക്കെ ഉള്ള വാർഡ്രോബാണ്. അതിന് നമുക്ക് ഈ റൂഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എലിവേഷൻ്റെ പാർട്ടായിട്ട് സ്ലോപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ചെയ്തിട്ട് അതിൻ്റേക്ക് മേലേക്കാണ് നമ്മൾ സ്ലോപ്പ് റൂഫ് ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മളൊരു വെറൈറ്റി ചെയ്തേക്കുന്നത് വെച്ചാൽ നേരെ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്ത് ആ എൻഡിലേക്ക് തന്നെ നമ്മൾ സ്ലോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ലിഫ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ ലിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ നമുക്ക് റൂഫ് കുറച്ച് ഹൈറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല നമുക്ക് ലിഫ്റ്റ് ഒന്നും ചെയ്യുന്നതിന്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു വലിയൊരു കോട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെസിൽ ക്യാമ്പ്രിക് എന്ന് പറഞ്ഞൊരു ലാമിനേഷനാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ലിജു. ഞാൻ മർച്ചൻ്റ് നേവിയിലെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബിൻഡ, ഞാൻ ഹൗസ് വൈഫാണ്. ഇവിടെ ക്രാഫ്റ്റ് ഹോംസിൻ്റെ ഓണറായിട്ടുള്ള ഫ്രാൻസിസ് എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടാണ്. പിന്നെ ക്രാഫ്റ്റ് ഹോംസിൻ്റെ കുറച്ച് വർക്ക്സൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ക്രാഫ്റ്റ് ഹോംസിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ ഇൻറ്റീരിയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഇനിഷ്യൽ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ എസ്തറ്റിക്സിനോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ ക്രാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പല ഐഡിയാസ് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചില കാര്യങ്ങൾ എങ്ങനെ അതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ ഐഡിയാസ് പല എലമെൻസിലും കൊണ്ടുവരാമെന്നുള്ള കാര്യത്തിലൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു ക്രാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന്. അതേപോലെ തന്നെ നമ്മൾ ഡ്രോ ചെയ്യിപ്പിച്ചു, റീഡ്രോ ചെയ്യിപ്പിച്ചു, പല വട്ടം റീഡ്രോ ചെയ്യിപ്പിച്ചാണ് നമ്മൾ ഈ ഒരു വീടാക്കി മാറ്റിയത്. അത് നല്ല സപ്പോർട്ടായിരുന്നു. നല്ല പോസിറ്റീവായിട്ട് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത് നമുക്കത് ഡ്രോയിങ്സ് മാറ്റി ചേഞ്ച് ചെയ്ത് തന്നു. അതിന് ഒരു സ്റ്റേജിൽ പോലും നമുക്ക് അവരുടെ സൈഡിൽ നിന്നൊരു മടുപ്പോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കാണിക്കുമെന്നും പറയില്ല. കാരണം ഞങ്ങൾ ഒത്തിരി ചേഞ്ചസും മോഡിഫിക്കേഷൻസും വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷേ എല്ലാ സ്റ്റേജിൽ തന്നെയും അത് നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിച്ചു. അവസാനം എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഈസ് ലൈക്ക് ഓസം. ഈ ഒരു പ്ലാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പ്ലാനാണ്. അതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് +2 ആണിത്. ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ്ലി തന്നെ
ടീക്ക് ഫിനിഷ് വെനീറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 90 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്നത് 90 വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മളതിലും താഴ്ത്തി 80-85 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് വെച്ചപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അത് മെയിനായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ പാറ്റിയോ ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ബങ്ക് ബെഡ്സ് നമ്മളുടെ ഹൗസ് വാമിങ്ങിനെ ഹൈലൈറ്റ് ചെയ്ത് എല്ലാ കുട്ടികളും പേരൻസ് എല്ലാവരും പറഞ്ഞാണ് ബങ്ക് ബെഡ്സ്. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എല്ലാവർക്കും. സെക്കൻഡ് ഫ്ലോറിലായാലും നല്ല ബെഡ്റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 100% സെൻറ്റം എന്ന് തന്നെ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വില്ല പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ സോഫ സെറ്റ് ഇതൊക്കെ നമ്മുടെ ഓവറോൾ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ക്രാഫ്റ്റിനോട് തന്നെ പറഞ്ഞ് കസ്റ്റം ചെയ്തെടുത്തതാണ് ഇതെല്ലാം. ഇതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം മാച്ച് ചെയ്ത് ഒരേപോലെ വരാനായിട്ടൊക്കെ. ക്രാഫ്റ്റ് ഹോംസിൻ്റെ വളരെ നല്ല രീതിയിലുള്ള വർക്കും ക്രാഫ്റ്റ്മാൻഷിപ്പും ഒക്കെയാണ്. അപ്പോൾ ക്രാഫ്റ്റ് ഹോംസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നല്ല പ്രൊജക്ട്സും നല്ല ക്ലയൻസും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രൊജക്ട്സും ഭംഗിയായിട്ട് പോട്ടെ. ഓൺഗോയിങ് പ്രൊജക്ട്സ്, ഇനി ഭാവിയിൽ എടുക്കുന്ന പ്രൊജക്ട്സ് എല്ലാം നന്നായി പോട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ് ടീം. താങ്ക് യു.